ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് BigQueryയിൽ എങ്ങനെ സബ് ക്വറി യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് സബ് ക്വറി എന്തിനായി ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് സബ് ക്വറി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഉദാഹരണത്തിന് നമുക്ക് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഉണ്ട്. അയാൾ പർച്ചേസ് ചെയ്യുന്നത് അയാൾ പല വ്യത്യസ്തമായ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അയാൾ പർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ചില ദിവസങ്ങളിലെ ഡേറ്റിൽ എന്തുണ്ട്, വ്യത്യസ്തമായ ഡേറ്റുകളാണ്. ഈ ഡേറ്റിൽ ചില ദിവസം അയാൾ പർച്ചേസ് ചെയ്തെന്ന് റെയിൻ ഉള്ള ദിവസങ്ങളിലും അയാൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെയിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 ഉള്ളത് റെയിൻ ഉള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങൾ അപ്പോൾ കസ്റ്റമർ പർച്ചേസ് ചെയ്ത ദിവസം റെയിൻ ഉള്ള ദിവസങ്ങളിൽ, മഴയുള്ള ദിവസങ്ങളിൽ കസ്റ്റമർ പർച്ചേസ് ചെയ്ത് ഏതൊക്കെയാണ് കസ്റ്റമർ പർച്ചേസ് ലിസ്റ്റ് വേണമെന്ന് നമ്മളോട് നമ്മുടെ മാനേജർ പറഞ്ഞാൽ അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട്, അപ്പോൾ അത് നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ കഴിയും. ഇങ്ങനത്തെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ് ക്വറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഒരു ക്വറിയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഞാൻ സെലക്ട് നേരെ എക്സാമ്പിളിലേക്കെല്ലാം പോയി നോക്കാം. ഓക്കെ, സെലക്ട് ചെയ്യുന്നത് ഞാൻ കസ്റ്റമർ ഇൻഫോ, ഇതിൽ മാർക്കറ്റ് ഡേറ്റ് ഇൻഫോ എന്നുള്ളത് സെലക്ട് all from farmer data മാർക്കറ്റ് ഇൻഫോ മാർക്കറ്റ് ഡേറ്റ് ഇൻഫോ. ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ടോട്ടൽ കോളുകൾ കിട്ടി. മാർക്കറ്റ് ഡേറ്റ് ഉണ്ട്, മാർക്കറ്റ് ഡേ, പിന്നെന്താ മാർക്കറ്റ് വീക്ക് ഉണ്ട്, മാർക്കറ്റ് ഇയർ ഉണ്ട്, മാർക്കറ്റ് ടൈം ഉണ്ട്, മാർക്കറ്റ് എൻഡ് ടൈം ഉണ്ട്, മാർക്കറ്റ് സീസൺ ഉണ്ട്, മാർക്കറ്റ് റെയിൻ ഫ്ലാഗ്, മാർക്കറ്റ് സ്നോ ഫ്ലാഗ് ഉണ്ട്. ഈ റെയിൻ ഫ്ലാഗ് 0 ആണെങ്കിൽ അന്ന് റെയിൻ ഇല്ല എന്നാണ്. റെയിൻ ഫ്ലാഗ് 1 ഒന്നും വന്നിട്ടില്ലേ. നമുക്ക് ഇതിൽ മാർക്കറ്റ് റെയിൻ ഫ്ലാഗ് ഉണ്ടെന്ന് ഉറപ്പായല്ലോ. സ്നോ ഫ്ലാഗിൽ 1 അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഓക്കെ, 1 വരുന്നുണ്ട്. അതേപോലെ റെയിൻ ഫ്ലാഗിൽ 1 ഉള്ളത് ഉണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേർ ക്ലോസ് കൊടുക്കുന്നത് വേർ മാർക്കറ്റ് റെയിൻ ഫ്ലാഗ് ഈക്വൽ 1. ഇത് നമ്മൾ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പം റെയിൻ ഫ്ലാഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റെയിൻ ഫ്ലാഗ് 1 ഉള്ളതാണ്. ഓക്കെ, റെയിൻ ഫ്ലാഗ് 1 ഉള്ള. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിൽ റെയിൻ പെയ്ത ദിവസങ്ങളിൽ ഈ പറയുന്ന കസ്റ്റമറിന്റെ പർച്ചേസ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ കസ്റ്റമർ പർച്ചേസ് ഇതിലുണ്ടല്ലോ. ഓക്കെ, കസ്റ്റമർ പർച്ചേസ് ചെക്ക് ചെയ്തു അതിലെന്തെല്ലാം കോളാണ്. സെലക്ട് all from customer purchase. ഓക്കെ, കസ്റ്റമർ പർച്ചേസ് മാർക്കറ്റ് ഡേറ്റ് ഇതിലുണ്ട്, അവിടെയും മാർക്കറ്റ് ഡേറ്റ് ഉണ്ട്. ഓക്കെ,
ഈ മാർക്കറ്റ് ഡേറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന മാർക്കറ്റ് ഡേറ്റ് ഇൻ ഏത് റെയിൻ ഫ്ലാഗ് റെയിൻ ചെയ്തായിരിക്കണം പർച്ചേസ്. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മഴ പെയ്ത ദിവസങ്ങളിൽ കസ്റ്റമർ പർച്ചേസ് ചെയ്ത ലിസ്റ്റാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നത്, വേർ മാർക്കറ്റ് ഡേറ്റ് ഇനി എന്താണ് വേണ്ടത്, ഈ വേറൊരു കോളത്തിലല്ലേ ഏതുള്ളത്, മഴ പെയ്ത ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ അതിനെ ഇവിടെ ഈ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇൻ ദെൻ ഓപ്പൺ ദ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം ഈ ക്വറി ഉണ്ടല്ലോ, മറ്റേ ടേബിളിലെ ക്വറി, അത് നേരെ ഞാൻ ഇവിടെ കോപ്പി എടുക്കുന്നു. എന്നിട്ട് അത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ക്വറീസ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സബ് ക്വറിയിൽ ഒരു ഔട്ട്പുട്ട് വേണമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഔട്ട്പുട്ടും പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്, സെലക്ട് മാർക്കറ്റ് ഡേറ്റ്. ഓക്കെ, മാർക്കറ്റ് ഡേറ്റ്. ഓക്കെ, ഞാൻ മാർക്കറ്റ് ഡേറ്റ് സെലക്ട് ചെയ്ത് എങ്ങനെ റെയിൻ ഫ്ലാഗ് 1 ഉള്ളത്. എന്നിട്ട് ഈ മാർക്കറ്റ് ഡേറ്റ് ഫാർമർ ഡാറ്റ കസ്റ്റമർ പർച്ചേസിലുള്ള മാർക്കറ്റ് ഡേറ്റ് നമ്മൾ റെയിൻ ഫ്ലാഗുള്ള ഡേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ റൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇപ്പോൾ ഇത് ഈ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഇത് റൺ ചെയ്യുന്നത് ഈ മാർക്കറ്റ് ഡേറ്റ് ഫാർമർ ഡാറ്റ മാർക്കറ്റ് ഡേറ്റ് ഇൻഫോ എന്ന ടേബിൾ, മാർക്കറ്റ് ഡേറ്റ് ഇൻഫോ എന്ന ടേബിളിൽ നമ്മൾ ഏത് കോളത്തെ സെലക്ട് ചെയ്തു, മാർക്കറ്റ് ഡേറ്റിനെ സെലക്ട് ചെയ്തു. എങ്ങനെയുള്ള മാർക്കറ്റ് ഡേറ്റ് ആണ്, അതിൽ ഫിൽട്ടർ ചെയ്ത് ഏതാ, റെയിൻ ഫ്ലാഗ് 1 അഥവാ റെയിൻ പെയ്ത ദിവസങ്ങളിലെ മാർക്കറ്റ് ഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തു. അതിന് ശേഷം എന്താക്കി, ഈ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ പർച്ചേസ് ചെയ്ത ദിവസത്തിൽ റെയിൻ ഉള്ള ദിവസം ഡേറ്റുള്ള കസ്റ്റമർ പർച്ചേസിലുള്ള എല്ലാ ഡീറ്റെയിൽസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എന്നിട്ട് അതിന് സെലക്ട് ഓൾ ഫ്രം കസ്റ്റമർ പർച്ചേസ് ഉള്ള ടേബിളിന് ഒരു വേർ കണ്ടീഷൻ കൊടുത്തു, ഫിൽട്ടർ മാർക്കറ്റ് ഡേറ്റ് ഇൻ കൊടുത്തു. ഇവിടെ ഈക്വൽ കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മൾട്ടിപ്പിൾ ഡേറ്റ് ആണ് ഇതിൽ വരുന്നത് രണ്ടാമത്തെ ക്വറിയിൽ. അപ്പോൾ എന്നിട്ട് ആ ഇന്ന് കൊടുത്തിട്ട് ആ സെയിം ക്വറി നമ്മളിവിടെ കോപ്പി ചെയ്ത് കൊടുത്തു. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇതിനെയാണ്, ഈ ക്വറീസിനാണ് എന്ത് പറയുന്നത്. ഇപ്പോൾ ഇതിൽ മാർക്കറ്റ് ഡേറ്റ്, ഈ ഡേറ്റ് എന്ന് പറഞ്ഞാൽ റെയിനുള്ള ദിവസങ്ങളിലുള്ള ഡേറ്റ് ആണ്. ഓക്കെ, അന്നത്തെ കസ്റ്റമറിന്റെ പർച്ചേസിലെ എല്ലാ ഡീറ്റെയിൽസും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സബ് ക്വറി. ഓക്കെ, അപ്പോൾ സബ് ക്വറി എവിടെയാണ്, ഇത്ര ഏരിയയാണ് സബ് ക്വറി. ഇതൊരു ക്വറിയാണ്, മെയിൻ ക്വറി. അതിൻ്റെ ഉള്ളിൽ വേറൊരു ക്വറി ഇന്നെ ക്വറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സബ് ക്വറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതിന് പകരം മാർക്കറ്റ് ഡേറ്റ് നമ്മൾ മറ്റേ കസ്റ്റമർ ടേബിളിൽ കണ്ടുപിടിച്ചിട്ട് ആ ഡേറ്റ് മാത്രം ഇവിടെ എഴുതിയാൽ
പിന്നെ എപ്പോഴെങ്കിലും ദിവസം മാറുമ്പോൾ റെയിൻ മാറിയാൽ റെയിൻ അപ്ഡേഷൻ വന്നാൽ അത് ഓട്ടോമാറ്റിക് ഇവിടെ ആടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സബ് ക്വറി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡേറ്റ് ഇപ്പോൾ ഒരു ദിവസം ഇതിന് നമ്മൾ കോഡ് എഴുതിയതിന് ശേഷം ഇപ്പോൾ D1 D2 എന്നുള്ള ഓരോ ഡേറ്റുകൾ എഴുതി വെച്ച് ഹാർഡ് കോഡിംഗ് ആണെങ്കിൽ അപ്പോൾ അതിന് ശേഷം വീണ്ടും ലൈൻ അപ്ഡേറ്റ് ചെയ്താൽ ഇവിടെ അപ്ഡേറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ കോഡിൻ്റെ കോഡ്. ഓക്കെ, അതാണ് സബ് ക്വറി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.